പിണറായി വിജയന്റെ ചെത്തുകാരൻ പോരാട്ടൻ പിണറായിയിൽ കള്ളും കുടിച്ച് പിണറായി അങ്ങാടിയിൽ തേരാപ്പാര നടക്കുക. നമസ്കാരം. അവസാനം കണ്ണൂരിൽ വൻ അട്ടിമറി തന്നെ നടന്നിരിക്കുകയാണ്. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ വരെ വലിയ പ്രചരണമുണ്ടായത്. സുധാകരനും അതേപോലെ കോന്നിയിൽ അടൂർ പ്രകാശനും സീറ്റില്ല എന്നുള്ളത് വലിയ പ്രചരണം നടക്കുകയും അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്തകളും വലിയ തോതിൽ വന്നിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. AK ആന്റണിയാണ് ഇടപെട്ടിട്ട് അവസാനം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് വഴങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരും. കണ്ണൂരിൽ പിണറായി വിജയൻ ഏറെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. സുധാകരൻ എതിർപക്ഷത്ത് വന്നാൽ, കോൺഗ്രസിൻ്റെ എതിർപക്ഷത്ത് വന്നാൽ കണ്ണൂരിൽ ഇപ്പോഴും CPM-നുള്ളിൽ ഉണ്ടായ കലാപം ഒന്നും മേശില്ല. കാരണം സുധാകരൻ്റെ ശക്തി അത്രമാത്രമുണ്ട്. വടക്കൻ മേഖലയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ശക്തി കോൺഗ്രസ്സിന് വലിയ നേട്ടമാകും. CPM-നുള്ളിൽ എല്ലാ മേഖലകളിലും വലിയ പൊട്ടിത്തെറി നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിജയം നേടാൻ പറ്റും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സർക്കാർ വിരുദ്ധ ട്രെൻഡ് എല്ലാം ഇല്ലാതാക്കി സുധാകരൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അവിടെ സ്ഥാനാർത്ഥിയായാൽ അത് കണ്ണൂരിലെയും കാസർകോട്ടെയും കോഴിക്കോട്ടെയും വയനാട്ടിലെയും ഒക്കെ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുവഴി ആ മേഖലകളിലെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളതായിരുന്നു പിണറായി വിജയൻ ധാരണ ഉണ്ടായത്. അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കാൻ BJP നേതാക്കന്മാർ തന്നെ സുധാകരനുമായി സംസാരിപ്പിക്കുകയാണ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ സുധാകരന് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അതേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 1 ലക്ഷത്തിന് മേലെ വോട്ടിനാണ് കണ്ണൂരിൽ നിന്ന് വിജയിച്ചത്. ഇത് ധർമ്മടത്ത് പോലും മട്ടന്നൂർ പോലും പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത്. ഇത്തവണ അത് അട്ടിമറി നടന്നിരിക്കുന്നു. അവിടെ സുധാകരന് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മനപ്പായസമുണ്ട പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള തിരിച്ചടി ചെറുതല്ല. നമുക്കറിയാം, K സുധാകരൻ എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്ന സിംഹം, കണ്ണൂരിൻ്റെ ഗർജിക്കുന്ന സിംഹമാണ്. പിണറായി വിജയൻ മുട്ടുപറയ്ക്കുന്നുണ്ടെങ്കിൽ അത് സുധാകരന് മുന്നിലാണ്. സുധാകരൻ പച്ചയ്ക്ക് പറയുന്നതാണ് പിണറായി വിജയനെതിരെ. എന്തായാലും കണ്ണൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. അദ്ദേഹം പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത്. അതിനു മുമ്പ് ഡൽഹിയിലാണ് ഇപ്പോൾ സുധാകരനുള്ളത്. വിജയശ്രീ ലാളിതനായിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങുന്നത്. എന്തായാലും കോന്നിയിൽ അടൂർ പ്രകാശൻ എനിക്ക് സീറ്റ് വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുന്നു എന്നുള്ള കാര്യം വരികയാണ്. അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രനാണ് സ്ഥാനാർത്ഥി. കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇത്തവണ കണ്ണൂരിൽ തോൽക്കും, യാതൊരു സംശയം വേണ്ട. കണ്ണൂരും അഴീക്കോടും അതേപോലെ ഈവൻ ധർമ്മടത്ത് പോലും പിണറായി വിജയൻ തോൽക്കാൻ സാധ്യതയുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്ന് അദ്ദേഹം മടങ്ങുമ്പോൾ വൻ സ്വീകരണം കൊടുക്കാൻ വേണ്ടി, കണ്ണൂർ എയർപോർട്ടിൽ വൻ സ്വീകരണം കൊടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. UDF അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് കണ്ണൂരിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ എത്തുമെന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ പിണറായി വിജയൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. എന്തായാലും കണ്ണൂരിൽ K സുധാകരൻ പ്രസംഗി വരുമ്പോൾ അദ്ദേഹം നടത്തിയ അത്യുജ്വലമായ കത്തിപ്പടർന്നുള്ള പിണറായി വിജയനെ വലിച്ചു കയറി ഒട്ടിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടി ഒന്ന് നോക്കിയേക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അച്ഛനെ കുറിച്ച് എന്ത് പറഞ്ഞു? അട്ടംപരതി ഗോപാലൻ. CPM-കാർ കേൾക്കണം. ആരാ ഗോപാലൻ? ഗോപാലൻ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുടുംബത്തെ ത്യജിച്ച്, നാടിനെ ത്യജിച്ച്, നാട്ടാനെ ത്യജിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ, ആ പോരാട്ടത്തിൽ ഒരു പോരാളിയായി നാടിന്റെ മോചനത്തിന് വേണ്ടി പടവെട്ടുമ്പോ പിണറായി വിജയന്റെ ചെത്തുകാരൻ പോരാട്ടൻ പിണറായിയിൽ കള്ളും കുടിച്ച് പിണറായി അങ്ങാടിയിൽ തേരാപ്പാര നടക്കുക. നിങ്ങൾക്ക് അച്ഛനെ ബഹുമാനിക്കാൻ അറിയില്ല. നിങ്ങൾക്കൊരു പിതൃത്വത്തെ ബഹുമാനിക്കാൻ അറിയില്ല. ഒരു പിതാവിനെ നിങ്ങൾക്ക് ആദരിക്കാൻ അറിയില്ല. നിങ്ങൾക്കങ്ങനെ ഒരു ആദരവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആദരവിന്റെ വില അറിയില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലനെ അട്ടംപരതി ഗോപാലൻ എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിച്ചത്. മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ
അദ്ദേഹത്തോട് 4 ചോദ്യം കൂട്ടിയും ചോദിക്കാം. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഈ വലിയ മഹത്വം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ പത്രത്തിൽ. ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ്, ലക്ഷങ്ങൾ വാങ്ങി പരസ്യം കൊടുക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി? നിങ്ങളോട് സംസ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? പെരുമാറിയിട്ടുണ്ടോ?